ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമുക്ക് ഇന്ന് അവിടേക്ക് പോവാം. വിജയവാഡയിലെ 2ാം ദിവസം രാവിലെ തന്നെ റെഡിയായിട്ട് ഇറങ്ങി. ഇന്ന് നമ്മൾ പോകുന്നത് മംഗളഗിരി കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ പാനകാല നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. രാജുവിനെ പോലെ നിങ്ങൾക്കും കഥ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കഥ പറയാം. പണ്ട് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ശേഷം ഭഗവാൻ നരസിംഹമൂർത്തി ഈ മലയിൽ തീവ്ര കോപത്തിൽ കുടികൊണ്ടിരുന്നു എന്നാണ് ഐതിഹ്യം. ഈ ഉഗ്രരൂപം കാരണം കുന്നിൻ മുകളിലെ അന്തരീക്ഷം കഠിനമായ ചൂടും അഗ്നിപർവ്വത സമാനമായ അവസ്ഥയും നിറഞ്ഞായിരുന്നു. ഇതൊരു അഗ്നിപർവ്വത ഭീഷണിയെ സൂചിപ്പിക്കുന്നതായി പണ്ടുകാലത്ത് വിശ്വസിക്കപ്പെട്ടിരുന്നു. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ഗുഹയ്ക്കുള്ളിൽ ഭഗവാന്റെ വാ മാത്രമാണ് ഇവിടെ പ്രതിഷ്ഠ. ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ ദേവന്മാരും ഋഷിമാരും ഭഗവാന്റെ വായിൽ കൂടി പാനകം അഥവാ ശർക്കരയും മറ്റ് ചേരുവകളും ചേർത്ത് ഒരുതരം പാനീയം സമർപ്പിക്കാൻ തുടങ്ങി. ഇതുവഴി ഭഗവാന്റെ കോപം ശമിക്കുകയും കുന്നിൻ മുകളിലെ ചൂടുള്ള അവസ്ഥ തണുക്കുകയും ചെയ്തു. നമുക്കും പാനകം സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. ഭക്തർ ശങ്കിൽ പാനകം ഒഴിച്ചു നൽകുമ്പോൾ ഭഗവാൻ കൃത്യം പകുതി കുടിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നു. ബാക്കി വരുന്ന പാനകം പ്രസാദമായി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്കും അത് കിട്ടി. ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ഒരു വ്യൂ. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണിത്. മറ്റൊരു കാര്യം കൂടി, ഇവിടെ വരുന്നവർ ഉച്ചയ്ക്ക് 3:30 മുന്നേ വരാൻ ശ്രമിക്കുക. കാരണം വൈകുന്നേരം മനുഷ്യർക്ക് ഇവിടെ പ്രവേശനമില്ല. ഈ സമയം ദേവഗണങ്ങളും ഋഷിമാരുമാണ് ഭഗവാനെ ആരാധിക്കുന്നത്. അപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. നന്ദി.